കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററിൻ്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഒരു അത്ഭുത രോഗശാന്തി സിസ്റ്ററിന് കിട്ടിയതാണ്. അത് ടെലിഫോണിലൂടെ ഞാൻ പ്രാർത്ഥിച്ചതാണ് കഴിഞ്ഞ ആഴ്ച അല്ലേ സിസ്റ്ററെ? ഒരു അത്ഭുത രോഗശാന്തി സിസ്റ്റർ ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെയാണ് ഇന്നിവിടെ വന്നത്. ഇങ്ങോട്ട് കയറി നിൽക്കാമോ? പറഞ്ഞു, പേരും സ്ഥലമൊക്കെ പറഞ്ഞു. എൻ്റെ പേര് സിസ്റ്റർ മരിയ, കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളേറ്റിന് പോയൊരു പ്രയർ ഹൗസ് ഉണ്ട്, അവിടെയാണ് ഞാൻ കർത്താവ് നൽകിയൊരു അനുഗ്രഹം പറയാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. 27-ാം തീയതി എനിക്ക് ഒരു വെട്ടലുണ്ടായി. സാധാരണ എനിക്ക് 3-5 വർഷം ഇടയ്ക്കിടയ്ക്ക് വെട്ടലുണ്ടാകുന്ന, പക്ഷേ നടുവിന്. അന്നേരം ഞാൻ സാധാരണ പോയൊരു അവിടെ താലൂക്ക് ആശുപത്രി ഉണ്ട്, അവിടെ പോയി ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് കഴിച്ചാൽ 2 ദിവസം കൊണ്ട് പോകുന്നതാണ്. ഈ പ്രാവശ്യം വെട്ടലുണ്ടായിട്ട് എനിക്ക് നടുവ് പൊങ്ങത്തില്ല, 1 ഇഞ്ച് പോലും കട്ടിലേന്ന് പൊങ്ങത്തില്ല. പൂർണ്ണമായിട്ട് കിടപ്പായി പോയി. പിന്നെ 3-4 ദിവസം എനിക്ക് വിശുദ്ധുർബാന മുറി കൊണ്ട് തന്ന് അച്ഛൻ കൊണ്ട് തരുക ചെയ്തത്. അതുപോലെ അതുകൊണ്ട് എനിക്ക് 8 നോയമ്പിന് ഞാൻ കൊച്ചിലെ തൊട്ട് പള്ളിയിൽ പോയി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മാതാവിനോട് ചോദിച്ചത് എൻ്റെ എന്നെ കാണിക്കുന്നത്. പിന്നെ ഞാൻ കിടന്ന സമയത്തെല്ലാം വചനം കേട്ട് സ്തുതിച്ചാണ് കിടന്നത്. പക്ഷേ എഴുന്നേക്കത്തിൽ നിന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പിന്നെ വചനം കേൾക്കാൻ പറ്റില്ല എന്നുള്ളത് വേറെ പോസിറ്റീവായിട്ട് ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ ഇന്നിപ്പം പിന്നെ ഞാൻ സിൽവി ചേച്ചി എന്ന് പറഞ്ഞ സാവറിൻ്റെ വൈഫാണ്. ഞങ്ങളൊരു കൂട്ടുകാരാണ്. എൻ്റെ ചേച്ചിയുടെ അനിയത്തിയെപ്പോലെ എന്നെ കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ സിൽവി ചേച്ചിയോട് പറഞ്ഞു, സിൽവി ചേച്ചി ഞാനിങ്ങനെ നടുവ് വെട്ടി കിടക്കുക സിസ്റ്റർ എന്ന് ചേച്ചി എന്ന് പറഞ്ഞു. പറഞ്ഞു അയ്യോ സാവൃതർ ഇവിടെ ഇല്ലെല്ലാം വരും പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സഹോദരർ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എനിക്ക് സഹോദരൻ നന്നായിട്ടറിയാം. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് എനിക്ക് സൗഖ്യം കിട്ടുമെന്ന്. അന്നേക്ക് വ്യാഴാഴ്ച സഹോദരർ വന്നപ്പം രാവിലെ 11 മണിയായപ്പോൾ എന്നെ വിളിച്ചു ഫോണിൽ കൂടെ. അപ്പോൾ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ സഹോദരൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. അതിനെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാമല്ലോ, എനിക്ക് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു എന്നോട് സ്തുതിച്ചോളം പറഞ്ഞു. ഞാൻ സ്തുതിച്ചു എന്നിട്ടിരുന്നു. എന്നിട്ട് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കർത്താവ് സൗഖ്യം തന്നെന്ന് പറഞ്ഞു. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എനിക്ക് അന്നിട്ട് എനിക്ക് ഫീലൊന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് സൗഖ്യം കിട്ടും, ഞാൻ ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചിനോടും പറഞ്ഞു, കൊച്ചെ സഹോദരർ പ്രാർത്ഥിച്ചു എനിക്ക് സൗഖ്യം കിട്ടും, ഞാൻ എഴുന്നേക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ശകലം ഇങ്ങനെ നടുവൊന്ന് ഒന്ന് കൈ പൊക്കിയാൽ ഒന്ന് ശകലം ചലിക്കാനായിട്ടും എനിക്ക് ഒട്ടും പിടിച്ചാൽ പോലും എഴുന്നേക്കത്തുമില്ല, എഴുന്നേറ്റ കിടക്കത്തുമില്ല. അതുപോലെ നടുവ് തൊള്ളുപോലും പൊങ്ങിയാലായി. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ശകലം കഴിഞ്ഞപ്പോഴത്തേക്ക് നടുവൊന്ന് പൊങ്ങാറായി, ശകലം കൈ പൊക്കിയ ശകലം പൊങ്ങാറായി. അതിന് ഉച്ചയായപ്പോഴത്തേക്ക് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ പിടിച്ചെഴുന്നേറ്റു. അതിന് ഉച്ചയായപ്പോൾ ഞാൻ ഊട്ടുമുറി വന്ന് കാണിച്ചു, ഇതുകൊണ്ടോ എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും ഇരുന്ന് കാണിച്ചു. വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതോടെ പൂർണ്ണ സൗഖ്യമായി. അതിനോട് പൂർണ്ണ സൗഖ്യമായി. ഇങ്ങനെ ഇതുപോലെ എൻ്റെ മുട്ടിന് ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അടുത്ത സെൻറ്റ് ജോൺസ് ആശുപത്രിയിൽ പോയി മരുന്ന് പിന്നെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ അത് ഭാഗത്ത് പിന്നെ പഴുപ്പുണ്ട്, അതും കഴിഞ്ഞോളൂ. ഇത് ഡോക്ടറുമ്പിൽ പോയി ഡ്രസ്സിങ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും ഓട്ടോ വിളിച്ച് പോയി ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് കരിഞ്ഞെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് കഴിഞ്ഞു. പക്ഷേ എനിക്ക് വേദന കുറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഞങ്ങളുടെ നോക്കിയപ്പോൾ ശകലം ഒരു തുള്ളി വെള്ളമായി മരുന്നുണ്ട്. ചെന്ന് ഡോക്ടർ ടേബിളൊക്കെ കുത്തിയപ്പോഴത്തേക്കും മുട്ട മുഴുവൻ പഴുത്തുപോയി, വലിയൊരു ഗോളായിപ്പോയി പഴുപ്പ്. അപ്പോൾ ഞാനിപ്പം പുതിയ ഫോൺ വാങ്ങിച്ചോളൂ. അപ്പോൾ സിൽവി ചേച്ചിയുടെ ഫോൺ നമ്പരത്തെ ഇല്ല. അപ്പോൾ അതൊരു 3 മണിയായപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, എൻ്റെ ദൈവമേ സിൽവി ചേച്ചി എന്നെ വിളിച്ചായിരുന്നെങ്കിൽ, സിൽവി ചേച്ചി വന്ന് സാവറിൻ്റെ വൈഫാണ്, എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ സാവറിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാമായിരുന്നല്ലോ എന്ന് എൻ്റെ മനസ്സ് വിചാരിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ കർണക്കം തരുക. ഈ കർണക്കം തരിക 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ, എൻ്റെ കട്ടിലെ തന്നെ ഫോൺ വെച്ചേക്കുക. ഒരു ഫോൺ ബെല്ലടിച്ചപ്പം ഹലോ സിസ്റ്റർ മേരി എന്നോണ്ട് വിശേഷം വലിയ മുഴക്കമുള്ള സ്വരം. അപ്പോൾ ആ സാവറിൻ്റെ ഫോണായിരുന്നു. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കമ്പമേട്ട് നിന്ന് മനസ്സിൽ വിചാരിച്ചൊരു കാര്യം ഇപ്പം സൗഹൃദത്തിനെ വിളിച്ചായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് സൗഹൃദം മുക്കൂട്ടറ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു. അതെനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു അത്ഭുതമാണ് ഈശോയെ. എന്നിട്ട് ഞാനിങ്ങനെ സൗഹൃദം പറഞ്ഞു, സൗഹൃദം ഇങ്ങനെ ഞാൻ ആശുപത്രി കിടക്കുക, പിന്നെ മുട്ടേന് തിരിവെച്ച് കിടക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ സൗഹൃദം ഞാൻ പ്രാർത്ഥിക്കാനും ഞാൻ പ്രാർത്ഥിച്ചു. സൗഹൃദം ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേ ദിവസം ഡ്രസ്സിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് അവർ വെച്ച തിരിയെല്ലാം എടുക്കില്ല, തുണിയെല്ലാം എടുക്കില്ല. അങ്ങനെ തിരിയെല്ലാം എടുത്തപ്പോഴത്തേക്ക് കാലിലെല്ലാം പഴുപ്പ് പോയി. പിന്നെ ഡോക്ടർ 20 ദിവസങ്ങൾ കഴിയാതെ ഇവിടെ നിന്ന് കാലൊന്നും ദശ ഒന്ന് മൂടിയാൽ എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഓരോ ദിവസം എടുക്കുമ്പോഴത്തേക്ക് ആ കോളും ദശ ഒന്ന് മൂടി ഒരാഴ്ച ആയില്ല, 7-ാം ദിവസം ഞാൻ അടുത്ത് ചെന്നു. പൂർണ്ണമായ സൗഖ്യം എനിക്ക് കിട്ടിയതിന് ഒത്തിരി നന്ദി, ദൈവത്തിന് നന്ദി. ദൈവമാണ് വചനം തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സിസ്റ്ററിൻ്റെ കർത്താവ് അത്ഭുത സൗഖ്യമാണ് നൽകിയത്. പൂർണ്ണമായിട്ട് ബെഡിൽ എത്ര ദിവസം കിടന്നു? 10 ദിവസം കിടന്നു. 10 ദിവസം പൂർണ്ണ 10 ദിവസം കിടന്ന് 4 ആശുപത്രിയിലും പോയി ആ സമയം കൊണ്ട് 10 ദിവസം കൊണ്ട്. ഉണ്ടോ? ഒരു ഫോണിലൂടെ ഒരു പ്രാർത്ഥന യേശു തൊട്ടു, സിസ്റ്ററിനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ.